ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളെ പറ്റിച്ചതാണ് ഗൈസ്. പക്ഷേ അല്ല, സംഭവം ഇവിടെ ഉണ്ട്. രാത്രി 1 മണിക്ക് പ്ലാൻ ചെയ്ത് വെളുപ്പിന് 5:30 എണീറ്റ് 6 മണിയായപ്പോൾ ഞങ്ങൾ മറ്റേ ഹോട്ട് എയർ ബലൂൺ കാണാൻ എത്തേക്കാണ്. എന്താകുമെന്ന് അറിയില്ല. ഇവിടെ എല്ലാവരും ഇങ്ങനെ തിരിച്ചു പോകുന്നുണ്ട് വണ്ടികൾ. ഒരു ഐഡിയ ഇല്ല. ഐസ് ലൊക്കേഷൻ ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ ദൂരെ. ഊബറൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പോകാൻ ചീറ്റി പോകാൻ അറിയില്ല. വന്ന വണ്ടിയൊക്കെ തിരിച്ചു പോയി. അതിൻ്റെ ഉള്ളിലേക്ക് അത്യാവശ്യമുണ്ട്. വഴി മൊത്തം ബ്ലോക്കാണ്. വെളുപ്പിന് 6 മണിക്കുള്ള ട്രാഫിക്കാണ്. നമ്മൾ ഫൈനലി ലൊക്കേഷൻ എത്തി. സംഭവം ഉണ്ട്. ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഹോട്ട് എയർ ബലൂൺ കാണാനായിട്ട് ഉറക്കമൊക്കെ കളഞ്ഞ് ഇറങ്ങി തിരിച്ചത്. പക്ഷെ അത് വെർത്തിട്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ ചെന്നപ്പോൾ ഓരോ ഏരിയയിലായിട്ട് കുറച്ച് ബലൂൺസ് വെച്ച് അവരിങ്ങനെ നിവർത്തിക്കൊണ്ടിരിക്കും. ഹോട്ട് എയർ ബലൂണിന്റെ ഫുൾ സെറ്റിംഗ് അപ്പൊ നമുക്ക് അവിടെ ഇരുന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതും ഇത്ര അടുത്ത് നിന്നിട്ട്. നിങ്ങൾക്ക് എന്റെ ഫേസ് കണ്ടാൽ അറിയാം, നല്ല ഉറക്കക്ഷീണുണ്ട്. അതേപോലെ തന്നെ നല്ല എക്സൈറ്റ്മെന്റും കാണാൻ പറ്റും. ഈ എക്സൈറ്റ്മെന്റിന്റെ ഒക്കെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് എടുത്ത ഡിസിഷനാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഹോട്ട് എയർ ബലൂണൊക്കെ കണ്ടിരിക്കുന്നത് തുർക്കിയിലാണ് മെയിനായിട്ട്. ആ സംഭവം ഇത്ര അടുത്ത് നിന്ന് ഫുൾ സെറ്റിംഗ് അപ്പ് കാണാന്ന് പറഞ്ഞത് വേറെ തന്നെ ഒരു ഫീലിംഗ്. ഹോട്ട് എയർ ബലൂണിന്റെ സ്റ്റോറിയും വീഡിയോസും ഒക്കെ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചതാണ് അതിന്റെ ഉള്ളിൽ കയറിയില്ലേ എന്നുള്ളത്. അതിന്റെ ടിക്കറ്റ്സ് നമ്മൾ നോക്കിയിരുന്നു, പക്ഷെ എല്ലാം സോൾഡ് ഔട്ട് ആയിരുന്നു. പറയാതിരിക്കാൻ പറ്റില്ല, തെലങ്കാന ഗവൺമെന്റിന്റെ ഒരു അടിപൊളി ഇനീഷ്യേറ്റീവ് ആയിരുന്നു ഈ ഒരു ഹോട്ട് എയർ ബലൂൺസിന്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. കാരണം ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഹൈദരാബാദ് വന്നിരിക്കുന്നത്. അങ്ങനെ ഓരോ ബലൂൺസും പയ്യെ ആയിട്ട് പൊന്താൻ തുടങ്ങി. അതുപോലെ തന്നെ കാലത്തന്നെ എണീറ്റ് നമുക്ക് പോകാൻ തോന്നിയതും നല്ലൊരു തീരുമാനമായിട്ട് തോന്നി. കാരണം വേറൊരു ലൊക്കേഷനിൽ ഈവനിങ് ഉണ്ടായിരുന്നു, പക്ഷെ ആകത് 3 ബലൂൺസ് മാത്രമേ ഉണ്ടായുള്ളൂ. ഇത്രയ്ക്കും അടിപൊളി ഒന്നും ആർന്നില്ല. ഈ ഹോട്ട് എയർ ബലൂണിന്റെ ഇടയിൽ കൂടെ ആകാശത്ത് കൂടെ ബൈക്ക് ഓടിച്ച് വേറെ 2 ചങ്ങായിമാരടക്കണം. അങ്ങനെ നമ്മളടുത്ത് ഇത്രയും നേരം ഉണ്ടായ വലിയ ബലൂൺസ് ഒക്കെ ഒരു ഡോട്ടായി മാറി. അങ്ങനെ രാത്രി 1 മണിക്ക് പ്ലാൻ ചെയ്ത് 5:30 എണീറ്റ് വന്ന പ്ലാൻ സക്സസ്. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കാണാൻ പറ്റുന്നു, കാരണം സ്ഥലം മാറ്റി എന്ന് പറഞ്ഞപ്പോൾ. പക്ഷെ സംഭവം സൂപ്പറായി. ഇത് ലാൻഡ് ചെയ്യണ എവിടെയാണെന്ന് നമുക്കറിയില്ല. ഞങ്ങൾ പക്ഷെ പോവാം.